മോനിപ്പോൾ സുഖമുണ്ടല്ലോ അല്ലേ? ഉറങ്ങാ? ഉറങ്ങ. ഓക്കെ. നിങ്ങളെ കണ്ടപ്പോൾ തന്നെ കുറേ സമാധാനമുണ്ട്. ഞാൻ അറിയുന്ന കുട്ടിയല്ലേ? പിന്നെ ശരിക്കും സ്കൂളിൽ എന്താ സംഭവിച്ചത്? എന്താ രാത്രി മുഴുവനും ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നല്ലോ. നല്ല ടെൻഷനിലല്ലേ? നല്ല ടെൻഷനിലേനി കുട്ടി, നല്ല ബേജാറിലേനി. അപ്പോൾ പറയുകയാണെങ്കിലേ സ്കൂളിൽ ഒരു കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ടേനിന്ന്. അപ്പോൾ ആ കുട്ടി മിഠായി എല്ലാവർക്കും കൊടുത്ത്. മിഠായി പല മിഠായി മിക്സ് ചെയ്ത മിഠായി ആണെന്ന്, അങ്ങനത്തെ മിഠായി ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും കൊടുത്ത്. ഇവന് കൊടുത്ത മിഠായി ഒന്ന് നോക്കിയപ്പോൾ ഓന് ഇഷ്ടമായില്ല. അപ്പോൾ ഓൻ്റെ അടുത്തുള്ള മറ്റേ കുട്ടിക്ക് കൊടുത്ത്. അപ്പം എൻ്റെ അടുത്തുള്ള എനിക്ക് വേണോ വെച്ച് കുട്ടികൾ അങ്ങനെയാണല്ലോ, വേണ്ട ഞാൻ അപ്പുറത്തൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനെ കൊടുത്ത്. പക്ഷെ ആ കുട്ടിയെ തിന്നപ്പം വേറെന്തോ ഒരു ടേസ്റ്റുള്ള മിഠായി ആണെന്ന്. അപ്പം ഈ മിഠായി തിന്നു കഴിഞ്ഞപ്പം ഈ കുട്ടീന് എന്തോ ഒരു വാസന ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എല്ലാ കുട്ടികളും കൂടി അതിനെ പിടിച്ച് വളഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ എടുത്ത് കൊണ്ടുപോയി. ഈ മിഠായി ഇവൻ തിന്ന് ഇവൻ എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡ് മാസ്റ്റർ എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ് എൻ്റെ പേരക്കുട്ടി കൊടുത്താണ് ഈ മിഠായി. അപ്പൊ പിന്നെ പേരക്കുട്ടീനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എല്ലാവരും. പക്ഷെ ഈ പേരക്കുട്ടിക്ക് ക്ലാസ്സിൽ മറ്റേ കുട്ടി ബർത്ത്ഡേക്ക് കൊടുത്താണ്, അത് പറഞ്ഞിട്ട് പോലും കേക്കില്ല. അങ്ങനെ പിന്നെ എൻ്റെ മരുവനെ വിളിച്ച്, ഓൻ ഗൾഫിലാണല്ലോ. അപ്പൊ ടീച്ചർമാര് മരുവന് വോയിസ് ഇട്ട്, നിങ്ങളെ കുട്ടി ഇങ്ങനെയാണ്, നിങ്ങളെ കുട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ മിഠായി പിടിച്ചാണ് മറ്റവർക്ക് കൊടുക്കണുണ്ട്, ലഹരി അടങ്ങിയ മിഠായിയാണ് കുട്ടി തിന്നണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ബേജാറല്ലേ. അപ്പൊ പിന്നെ ഇവളെ വിളിച്ച് പറഞ്ഞ്, എൻ്റെ മോളെ വിളിച്ച് പറഞ്ഞ്, ഓക്കെ നമ്മളെ പെണ്ണുങ്ങള് ആണുങ്ങൾ അത്രയും അമ്മക്ക് ശക്തി ഉണ്ടാവില്ലല്ലോ, ബേജാറായി പോകൂലേ, ആണുങ്ങളും കൂടെ ഇല്ലേ ഒരു സപ്പോർട്ടിന്. അപ്പൊ പിന്നെ ഓളെ ആകെ ബേജാറായി ഇങ്ങനെ കേൾക്കണം. കാരണം നമ്മളെ കുട്ടികൾ നമ്മക്ക് അറിയാലോ, എന്നാലും ഇങ്ങനെ കേൾക്കുമ്പോ നമുക്കൊരു ബേജാറ് തന്നെയല്ലേ. എന്നിട്ട് പിന്നെ ഇവളാകെ ബേജാറായി. അതേപോലെ കുട്ടി പറയുന്നുണ്ട്, എനിക്ക് കുട്ടി തന്നതമ്മ, ഞാൻ പിന്നെ അങ്ങനെ കൊടുത്തതാണ്, അല്ലാതെ എൻ്റെ അടുത്ത് ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയില്ല എന്നെ, അങ്ങനെ കുട്ടി പറയണുണ്ട്. എന്നാ ഈ മിഠായി കൊടുത്ത കുട്ടിയോ, അതും ഒരു പാവം കുട്ടിയാണ്, ഒരു ദുസ്വഭാവം ഇല്ലാത്ത കുട്ടിയാണ് മിഠായി കൊടുത്ത കുട്ടിയും. അപ്പൊ പിന്നെ എന്റെ മോൾ എന്ത് ചെയ്തെന്നറിയോ, ഇനിയിപ്പോ ഈ ഇവര് സ്കൂൾക്ക് ചെല്ലാനൊക്കെ വിളിച്ചറിഞ്ഞാണ് ടീച്ചർമാര്. മോൾ എന്ത് ചെയ്ത് ഈ കുട്ടീന്റെ ബാപ്പനെ വിളിച്ച് മിഠായി വാങ്ങിയ കുട്ടീനെ. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മിഠായി കൊടുത്തിന് വെച്ചപ്പോ ഞങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്ത മിഠായി കൊടുത്തിന്, അതിൽ ആ മിഠായി ഒക്കെ ഉണ്ടെന്ന് ആ കുട്ടീന്റെ വാപ്പ പറഞ്ഞു. അപ്പം മോളെന്ത് ചെയ്തെന്നറിയോ, ഇതൊന്നും അറിയണല്ലോ. അപ്പൊ ഇത് പറഞ്ഞുണ്ടാക്കിയ മാഷ വിളിച്ച്. അപ്പോൾ അവര് പറയാണ്, ഇത് ലഹരി അല്ലാതെ മിഠായി തന്നെയാണ്, ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. ഈ സെർച്ച് ചെയ്തവർക്ക് ആദ്യം സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഇത് വരുന്നോ? കുട്ടി എല്ലാവരും ഇടയെന്നല്ലേ കുട്ടീനെ വലിയ പറയുന്നത്, ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, ലഹരി കൊണ്ടെടുക്കാണ്, എല്ലാവർക്കും കൊടുക്കുകയാണെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചൊക്കെയാണ്. അത് കേട്ട് എൻ്റെ മോളും മരുവനും ഈ പിന്നെ ടീച്ചർമാരുടെ ഭാഗത്ത് നിന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ? ആ കുട്ടിക്ക് ആരും ഒരു സപ്പോർട്ട് ഇല്ലാതായി പോയില്ലേ. കുട്ടികളെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളങ്ങനെ ആ കുട്ടിയെ രണ്ട് ചീത്ത പറഞ്ഞ് നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. ടീച്ചർമാര് പറയുമ്പോ അത് ശരിയാണ് എന്നല്ലേ വിചാരിക്കുള്ളൂ. എന്നിട്ട് പിന്നെ തിന്നണില്ല കുടിച്ചണില്ല. ഞങ്ങളാണെങ്കിൽ കുട്ടി അങ്ങോട്ടും ബാത്റൂമിൽ പോണേരെ ഞങ്ങൾ നോക്കിക്ക ബേജാറായിട്ടേ. കുട്ടികളെ മനസ്സൊന്ന് ആലോചിക്കണം. മറ്റു കുട്ടികളെ ഇടയിലാണ് ഇവർ ഇങ്ങനെ ആയിപ്പോയേ. ടീച്ചർമാരും എല്ലാരും ഈ കുട്ടീനെ ഒറ്റപ്പെടുത്താണ് ചെയ്യുന്നത്. അങ്ങനെ ബേജാറായി. രാവിലെ ആകുമ്പോൾ കുട്ടി ഛർദ്ദിച്ച് വെള്ളയിലൊന്നും ഇല്ലാഞ്ഞിട്ടേ അതാ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നേ. അതെയോ, പിഞ്ചു മനസ്സല്ലേ കുട്ടികളത്. ഇപ്പൊ നിങ്ങൾ തക്ക സമയത്ത് ഇവരോടും അവരോടൊക്കെ ചോദിച്ചിട്ട് വിവരമൊക്കെ കിട്ടിച്ചിട്ട് അത് നമുക്ക് സോൾവ് ആക്കാൻ പറ്റി, മനസ്സിലായോ? പിന്നെ അവര് പറഞ്ഞിട്ടുണ്ടാവും അത് മുട്ടായി ആണ്, അത് ഗൗനിക്കണ്ടാന്ന് അല്ലേ. അത് പറയുമ്പോഴത്തേക്ക് ഇവിടെ സീന് മാറിയില്ലേ. നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. എന്നിട്ട് നിങ്ങളെ മോള് നല്ലൊരു രീതിയിലാണ് കൈകാര്യം ചെയ്തത് കേട്ടോ. അല്ലെ വേറെ അറിവില്ലാത്ത ആൾക്കാരാണെങ്കിൽ മക്കളെ പിടിച്ച് രണ്ട് തെറി പറയൂലേ, അപ്പത്തേക്ക് മക്കൾ പോയി വാതിലടച്ചാൽ പിന്നെ തീർന്നില്ലേ കാര്യം. അങ്ങനെ എത്ര ന്യൂസാ ഡെയിലി വരുന്നത്. ഇവര് ഒന്നും റൈറ്റും ലെഫ്റ്റും ഒന്നും ചിന്തിക്കാതെ ഒരു കുട്ടിയെ ജഡ്ജ് ചെയ്യാണ്. അവർ തീരുമാനം എഴുതി കഴിഞ്ഞു, ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇവരെവിടെന്നോ വാങ്ങിയത് മറ്റുള്ളവരിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് അവർ വിധി എഴുതി കഴിഞ്ഞു. ഒന്നും ചിന്തിച്ചിട്ടില്ല, പേരൻസിനോട് അന്വേഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കൗൺസിലറെ വെച്ചിട്ട് ആ കുട്ടീനെ വിളിച്ച് കൗൺസിൽ ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് അവർ വിധി എഴുതി അല്ലേ. അതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ. പ്രോപ്പറായിട്ട് ചില മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. അല്ലാതെ ഈ പകുതി കേട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു കുട്ടീനെ അങ്ങ് ഇട്ടിട്ട് നാശാക്കിയിട്ട് എല്ലാവരോടും പറയാ ഈ കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്, അതുകൊണ്ട് ഈ കുട്ടിയോട് ആരും കൂട്ടുകൂടണ്ട എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടി
നേരെ പോയിട്ട് വാതിലടിച്ച് എന്തെങ്കിലും ചെയ്താൽ ആരാണ് ഉത്തരവാദി? ഇനി അതല്ല ഡോക്ടറെ, ഇനിയിപ്പൊ ഇങ്ങനെ ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ ഇവർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ആ കുട്ടികൾ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ കൊണ്ടുപോവല്ലേ വേണ്ടിയേ? തെറ്റിനോട് പിന്നെയും പ്രോത്സാഹിപ്പിക്കല്ലേ ഇവർ ഇങ്ങനെ ചെയ്യുമ്പോ ചെയ്യണത്? മറ്റു കുട്ടികളുടെ കുട്ടീനെ എങ്ങനെയൊക്കെ പറയുമ്പോ ആ തെറ്റിലേക്ക് പിന്നെ പോവല്ലേ? ഇനി അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റിലോട്ട് തെന്നിപ്പോയെങ്കിലും ഈ മാതാപിതാക്കൾക്കൊപ്പം തന്നെ ഈ മാഷുമാര് നിന്നിട്ട് അവരെ അതിന്ന് മാറ്റിയെടുക്കാൻ ഇവര് ശ്രമിക്കണ്ടേ? അപ്പോൾ ശരിക്കും ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ആ കുട്ടി മാത്രമല്ല ഉത്തരവാദി, മാതാപിതാക്കളും ഇപ്പോൾ ടീച്ചേഴ്സും സമൂഹവും പരിസ്ഥിതിയും ഒക്കെ ഉത്തരവാദികളാണ്. അപ്പോൾ അറിയാതെ തെറ്റിലോട്ട് വഴുകി വീഴുന്നതായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാലോ, അങ്ങനെയാണല്ലോ കുട്ടികളെ പറ്റി. ഇപ്പോൾ ഒരു മുട്ടായി കൊടുത്തും ചിലപ്പോൾ അത് കുട്ടീനെ ലഹരിയിലോട്ട് തിരിച്ചുവിടാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം. അപ്പം അങ്ങനെ ഒരു കുട്ടി തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെയും മാതാപിതാക്കൾ ഒരു സൈഡിൽ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് മറ്റേ സൈഡിൽ നിന്നിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, അവരെ തെറ്റിൽ നിന്ന് തിരുത്തി കൊണ്ടുവരിക. ഇനി അവരെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവർ ഒറ്റക്കല്ല, ഞങ്ങൾ കൂടെ ഉണ്ടാവും, എന്ത് ഹെൽപ്പിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ കൗൺസിലേഴ്സും നമുക്കിതിൽ ഉൾക്കൊള്ളിക്കണം. അപ്പം അങ്ങനെ പോയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ പെട്ടെന്ന് വെച്ചിട്ട് അവരോട് വല്ല ഇങ്ങനത്തെ അവർ പ്രതീക്ഷിക്കാത്ത വല്ല റിയാക്ഷനോ മാതാപിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ ടീച്ചേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടികളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താവുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അവിടെയാണ് നമുക്കെല്ലാവർക്കും ഇങ്ങനെ കേൾക്കാൻ പറ്റാത്ത ചില ന്യൂസുകളൊക്കെ രാവിലെ ന്യൂസ് പേപ്പറിൽ കേൾക്കേണ്ടി വരുന്നത്, ഈ ടീനേജേഴ്സിൻ്റെ. എന്തായാലും മോനെ ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഒരു 3-4 സെഷൻ കൊടുത്താൽ തന്നെ ശരിയായിക്കോളും. ടെൻഷനൊക്കെ മാറും. പഴയതുപോലെ ഉഷാറായിക്കോളും. പിന്നെ ടീച്ചേഴ്സിനോടൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കില്ലല്ലോ, നേരെ പോയി പ്രിൻസിപ്പളെ കണ്ടാൽ മതി. ഓക്കെ.